യമനിൽ തടവിൽ കഴിയുന്ന മലയാളി നിമിഷപ്രിയയുടെ വധശിക്ഷ ഈ മാസം 16 നടപ്പാക്കും. യമനിലെ ജയിലിലാകും വധശിക്ഷ നടപ്പാക്കുക. ഇത് സംബന്ധിച്ച നോട്ടീസ് പബ്ലിക് പ്രോസിക്യൂട്ടർ ജയിൽ അധികൃതർക്ക് കൈമാറിയെന്ന് യമനിലെ മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോം 24-നോട് പറഞ്ഞു. It is not verdict. Verdicts are all finished long time ago. This is the letter of execution. The public prosecutor office has issued a letter to the jail authorities to carry out the execution on 16th July. ഉടൻ യമനിലെത്തുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ഇപ്പോൾ ചേരുന്നുണ്ട്. ബൽറാം, ഈ മാസം 16 തന്നെ വധശിക്ഷ നടപ്പാക്കാനുള്ള തീരുമാനം വന്നിരിക്കുന്നു. ഈ അവസാന വട്ട ശ്രമം നടത്തുകയാണല്ലോ ഇപ്പോൾ നിയമസഹായ സമിതി ഈ വധശിക്ഷ ഒഴിവാക്കുന്നതിന് വേണ്ടി. എന്തൊക്കെയാണ് വിവരങ്ങൾ ബൽറാം? ഉന്മേഷ്, ആശങ്കപ്പെടുത്തുന്ന വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. യമനിൽ തടവിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാനുള്ള നിർദ്ദേശം ജയിലധികൃതർക്ക് നൽകിയിരിക്കുന്നു. പ്രോസിക്യൂട്ടറാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശം ജയിലധികൃതർക്ക് കൈമാറിയിരിക്കുന്നത്. ഈ മാസം 16-ന് വധശിക്ഷ നടപ്പാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത് യമനിലെ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ മനുഷ്യാവകാശ പ്രവർത്തകനായ സാമുവൽ ജെറോം തന്നെയാണ്. ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ ജയിലധികൃതരുമായി സംസാരിച്ച് ഇക്കാര്യം സ്ഥിരീകരിച്ചു എന്നാണ് സാമുവൽ ജെറോം 24-നോട് അല്പസമയം മുമ്പ് പറഞ്ഞത്. എങ്കിൽ പോലും ഇപ്പോഴും നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള സാധ്യതകൾ അവസാനിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. കാരണം ഈ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ബ്ലഡ് മണി നൽകാൻ തയ്യാറാണ് എന്ന് ഈ കൊല്ലപ്പെട്ട യമനി പൗരൻ്റെ കുടുംബാംഗങ്ങൾ തലാൽ അബ്ദുൽ മഹദിയുടെ കുടുംബാംഗങ്ങളുമായി സാമുവൽ ജെറോം സംസാരിച്ചിരുന്നു. ബ്ലഡ് മണി പാക്കേജ് ആണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അത് $1 മില്യൺ അമേരിക്കൻ ഉൾപ്പെടെയുള്ള ഒരു പാക്കേജായാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. എന്നാൽ ഈ യമനി പൗരൻ്റെ കുടുംബാംഗങ്ങൾ ഇക്കാര്യത്തിൽ മറുപടി നൽകിയിട്ടില്ല. വിവരം അറിഞ്ഞ ഉടൻ തന്നെ ഇപ്പോൾ ഈ സാമുവൽ ജെറോം യമനിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നു. അവിടെ എത്തിയ ശേഷം തുടർ ചർച്ചകൾ ഉണ്ടാകും. ഈ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയുള്ള എല്ലാ സാധ്യതകളും പരിശോധിക്കും. എല്ലാ സാധ്യതകളും തൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും സാധ്യതകൾ അവശേഷിക്കുന്നുണ്ട്. ഈ മുന്നോട്ട് വെച്ച ബ്ലഡ് മണി പാക്കേജ് ഈ യമനി പൗരൻ്റെ കുടുംബം അംഗീകരിക്കുകയാണെങ്കിൽ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകും. കുടുംബാംഗങ്ങളിൽ ഭൂരിഭാഗം പേരും ഇത് അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിന് സമ്മതമാണ് എന്നാണ് സാമുവൽ ജെറോം അറിയിക്കുന്നത്. നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലും അദ്ദേഹം ഇക്കാര്യം തന്നെയാണ് പങ്കുവച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഏറ്റവും വലിയ ഒരു തടസ്സമായിരിക്കുന്നത് യമനുമായി ഇന്ത്യക്ക് നേരിട്ട് നയതന്ത്ര ബന്ധമില്ല എന്നുള്ള ഒരു സാഹചര്യം തന്നെയാണ്. സൗദി എംബസിയുമായി ബന്ധപ്പെട്ടാണ് നിമിഷപ്രിയയുടെ മറ്റ് നിയമപരമായ ഇടപെടലുകൾ, സഹായം എത്തിക്കുന്നത് അടക്കമുള്ള നടപടികൾ ഇപ്പോൾ നിർവഹിച്ചു വരുന്നത്. ഈ എംബസിയിൽ നിന്നും വധശിക്ഷ നടപ്പാക്കാൻ തീരുമാനിച്ചതായാണ് അറിയാൻ കഴിയുന്നത് എന്നുമാണ് സാമുവൽ ജെറോം പറഞ്ഞത്. ഇപ്പോഴും മോചനത്തിനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഉന്മേഷ്. ശരി ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.